3 പോയിന്റ് കൂടാതെ 4 പോയിന്റ് DC മോട്ടോർ സ്റ്റാർട്ടേഴ്സിൻ്റെ അസംബിൾ ചെയ്യുന്നതിനും സർവീസ് ചെയ്യുന്നതിനുമുള്ള ഭാഗത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ലക്ഷ്യങ്ങൾ. ഈ സെഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് DC സ്റ്റാർട്ടറിൻ്റെ കോമ്പണൻസ് എന്തൊക്കെയാണെന്നും കൂടാതെ ബിഗിനേഴ്സ് ഡയഗ്രാം എങ്ങനെയാണ് ട്രേസ് ചെയ്യുന്നതെന്നും അത് വരയ്ക്കുന്നതെന്നും സ്റ്റാർട്ടർ റെസിസ്റ്റൻസും കോണ്ടാക്ട് സ്റ്റഡ്സും എങ്ങനെയാണ് ഇൻസ്പെക്ട് ചെയ്ത് ക്ലീൻ ചെയ്യുന്നതെന്നും നോൺ വോൾട്ട് കോയിൽസിൻ്റെ റെസിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത് എങ്ങനെയെന്നും അതുകൂടാതെ ഓവർലോഡ് റിലേ കോൺഫിഗർ ചെയ്യുന്നത് എങ്ങനെയെന്നും നമുക്ക് നോക്കാം. സ്റ്റാർട്ടറിൻ്റെ പാർട്സ് എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? താഴെ കാണുന്നത് DC സ്റ്റാർട്ടറിൻ്റെ നെയിം പ്ലേറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ്. DC സ്റ്റാർട്ടർ ഒരു 3 അല്ലെങ്കിൽ 4 പോയിന്റ് സ്റ്റാർട്ടർ ആയിരിക്കും. ആംപ്സ് സ്റ്റാർട്ടറിൻ്റെ മാക്സിമം കറന്റ് കപ്പാസിറ്റിയാണ് ഇത് കുറിക്കുന്നത്. വോൾട്ട്സ് സ്റ്റാർട്ടറിൻ്റെ റേറ്റിംഗിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണിത്. മേക്ക് ഇത് സ്റ്റാർട്ടറിൻ്റെ മാനുഫാക്ചറർ ആരാണെന്ന് പറയുന്നതാണ്. സീരിയൽ നമ്പർ ഇത് പാർട്ട് നമ്പറാണ്. ഇനി നമുക്ക് സ്റ്റാർട്ടറിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാം. ഇതാണ് സ്റ്റാർട്ടറിൻ്റെ സ്കീമാറ്റിക് ഡയഗ്രാം എന്ന് പറയുന്നത്. സ്റ്റാർട്ടിംഗ് സീരീസ് റെസിസ്റ്റൻസ്. സ്റ്റാർട്ടിംഗ് സീരീസ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് മോട്ടോർ ടെർമിനൽസിലെ വോൾട്ടേജിനെ റെഡ്യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? സ്റ്റാർട്ടിംഗ് കറണ്ട് നമുക്ക് ലിമിറ്റ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കുന്നു. ഹാൻഡിൽ. സ്റ്റാർട്ടറിലെ ഹാൻഡിൽ എന്ന് പറയുന്നത് DC മോട്ടോർ സ്റ്റാർട്ട് ചെയ്യാനായി ഉപയോഗിക്കുന്നതാണ്. അതായത് സീരീസ് റെസിസ്റ്റൻസിന്റെ സ്ലൈഡിങ്ങിൽ ഓഫിൽ നിന്ന് റൺ പൊസിഷനിലേക്ക് സ്വിച്ച് മാറ്റാനാണ് ഇത് ഉപയോഗിക്കുന്നത്. സ്പ്രിംഗ്. ഹാൻഡിൽ തിരികെ 0 പൊസിഷനിലേക്ക് വലിച്ചിടാനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഓവർലോഡ് റിലേ. എപ്പോഴെങ്കിലും കറണ്ട് അധികമായാൽ ഓവർലോഡ് റിലേ അത് ട്രിപ്പ് ചെയ്ത് മോട്ടോർ ഡാമേജ് ആവാതെ സംരക്ഷിക്കുന്നു. ടെർമിനൽ ബ്ലോക്ക്. ലൈൻ, ഫീൽഡ്, ആർമച്ചർ ടെർമിനൽസ് ഇവ കണക്ട് ചെയ്യാനാണ് ടെർമിനൽ ബ്ലോക്ക് ഉപയോഗിക്കുന്നത്. നോ വോൾട്ട് കോയിൽ. ഇത് സ്റ്റാർട്ടറിന്റെ ഹാൻഡിൽ നമ്മൾ സെലക്ട് ചെയ്ത പോയിന്റിൽ ദൃഢമായി നിർത്താൻ ഹെൽപ്പ് ചെയ്യുന്നു. ഇനി ഇവിടെ L ലൈൻ ടെർമിനലിനെയാണ് കുറിക്കുന്നത്. അതായത് അത് പോസിറ്റീവ് ഓഫ് ദ സപ്ലൈയിലേക്ക് കണക്ട് ആണ്. A അതായത് ആർമച്ചർ ടെർമിനൽ. ഇത് മോട്ടറിന്റെ ആർമച്ചർ വൈൻഡിങ്ങിലേക്കാണ് കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. F ഫീൽഡ് ടെർമിനൽ. അത് ഫീൽഡ് വൈൻഡിങ്ങിലേക്കാണ് കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഫീൽഡ് കൂടാതെ ആർമച്ചർ ടെർമിനൽസ് ഇത് പവർ ടെർമിനൽസിന്റെ മോട്ടോർ ഇൻപുട്ടാണ്. DPST സ്വിച്ച് കൂടാതെ ഡബിൾ പോൾ സിംഗിൾ ത്രൂ സ്വിച്ച് ഇത് 3 പോയിന്റ് സ്റ്റാർട്ടറിന്റെ സ്വിച്ച് ഓൺ ആക്കാനും ഓഫ് ആക്കാനുമാണ് ഉപയോഗിക്കുന്നത്. 4 പോയിന്റ് സ്റ്റാർട്ടറിന്റെ ഡയഗ്രവും അതിന്റെ ഭാഗങ്ങളും. സ്റ്റാർട്ടിംഗ് സീരീസ് റെസിസ്റ്റൻസ്. സ്റ്റാർട്ടറിലെ സ്റ്റാർട്ടിംഗ് സീരീസ് റെസിസ്റ്റൻസ് ഉപയോഗിക്കുന്നത് മോട്ടോർ ടെർമിനൽസിലെ വോൾട്ടേജ് കുറയ്ക്കാനും അതുവഴി നമ്മൾ തുടക്കത്തിൽ ഉപയോഗിക്കുന്ന സ്റ്റാർട്ടിംഗ് കറന്റ് ലിമിറ്റ് ചെയ്യാനുമാണ്. ഹാൻഡിൽ സീരീസ് റെസിസ്റ്റൻസിൽ സ്ലൈഡ് ചെയ്യുന്ന DC മോട്ടറിന്റെ സ്വിച്ച് ഓഫിൽ നിന്ന് റൺ പൊസിഷനിലേക്ക് ഗ്രാജുവലി പുള്ള് ചെയ്യാനാണ് നമ്മൾ സ്റ്റാർട്ടറിന്റെ ഹാൻഡിൽ ഉപയോഗിക്കുന്നത്. സ്പ്രിംഗ് ഇത് 0 പൊസിഷനിലേക്ക് ഹാൻഡിലിനെ തിരികെ എത്തിക്കാൻ സഹായിക്കുന്നു. ഓവർലോഡ് റിലേ. എപ്പോഴെങ്കിലും കറണ്ട് അധികമായാൽ ഓവർലോഡ് റിലേ അത് ട്രിപ്പാക്കി മോട്ടോർ ഡാമേജ് ആവാതെ കാക്കുന്നു. ടെർമിനൽ ബ്ലോക്ക്. ലൈനും ഫീൽഡും നോ വോൾട്ട് കോയിലും ആർമച്ചർ ടെർമിനൽസും കണക്ട് ചെയ്യാനാണ് ടെർമിനൽ ബ്ലോക്ക് ഉപയോഗിക്കുന്നത്. നോ വോൾട്ട് കോയിൽ ഇത് സ്റ്റാർട്ടറിന്റെ ഹാൻഡിൽ സെലക്ടഡ് പോയിന്റിൽ ദൃഢമായി നിലനിർത്താനാണ് ഉപയോഗിക്കുന്നത്. L ലൈൻ ടെർമിനൽ അതായത് പോസിറ്റീവ് ഓഫ് ദ സപ്ലൈയിലേക്കാണ് ഇത് കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. A ആർമച്ചർ ടെർമിനൽ ഇത് ആർമച്ചർ വൈൻഡിങ്ങിലേക്കാണ് കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. F അതായത് ഫീൽഡ് ടെർമിനൽ ഫീൽഡ് വൈൻഡിങ്ങിലേക്കാണ് കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. L2 അതായത് 4th പോയിന്റ് L2 ആണ്. ഇത് നോ വോൾട്ട് കോയിൽ ടെർമിനൽ NVCയിലേക്ക് കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഫീൽഡ് ആൻഡ് ആർമച്ചർ ടെർമിനൽസ് ഇവ പവർ ടെർമിനൽസിന്റെ മോട്ടോർ ഇൻപുട്ടാണ്. DPST സ്വിച്ച് കൂടാതെ ഡബിൾ പോൾ സിംഗിൾ ത്രൂ സ്വിച്ച് ഇത് സ്റ്റാർട്ടറിന്റെ സ്വിച്ച് ഓൺ ആക്കാനും ഓഫ് ആക്കാനുമാണ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് സ്റ്റാർട്ടറിന്റെ ഭാഗങ്ങൾ ഐഡന്റിഫൈ ചെയ്യാം. 3 പോയിന്റ് സ്റ്റാർട്ടറിന്റെ ഭാഗങ്ങൾ. ഒന്ന് ഹാൻഡിൽ, ഓവർലോഡ് കോയിൽ, സ്പ്രിംഗ്, നോ വോൾട്ട് കോയിൽ, സ്റ്റാർട്ടിംഗ് റെസിസ്റ്റൻസ്, ലൈൻ ടെർമിനൽ L, ഫീൽഡ് ടെർമിനൽ F, ആർമച്ചർ ടെർമിനൽ A. ഈ 3 പോയിന്റ് സ്റ്റാർട്ടറിന്റെ പിക്ചർ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇതിന്റെ പുറകുവശത്തും അകത്തും നമുക്ക് നോട്ടീസ് ചെയ്ത് ഇത് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ടെർമിനൽസിന്റെ നട്ട്സും ബോൾട്ട്സും എങ്ങനെയാണ് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന്. സ്റ്റാർട്ടിംഗ് റെസിസ്റ്റേഴ്സ് കോയിൽഡ് വയേർഡ് റെസിസ്റ്റേഴ്സുമായാണ് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഹൈലാം അല്ലെങ്കിൽ ആസ്ബസ്റ്റോസിന്റെ ഇൻസുലേറ്റഡ് ഷീറ്റ്സ് കൊണ്ടായിരിക്കും. 4 പോയിന്റ് സ്റ്റാർട്ടറിന്റെ ഭാഗങ്ങൾ. ഹാൻഡിൽ, ഓവർലോഡ് കോയിൽ, സ്പ്രിംഗ്, നോ വോൾട്ട് കോയിൽ, സ്റ്റാർട്ടിംഗ് റെസിസ്റ്റൻസ്, ലൈൻ ടെർമിനൽ L1, NVC ടെർമിനൽ L2, ഫീൽഡ് ടെർമിനൽ F, ആർമച്ചർ ടെർമിനൽ A. നമ്മൾക്ക് 4 പോയിന്റ് സ്റ്റാർട്ടറിന്റെ പിക്ചർ നോക്കിയാൽ മനസ്സിലാകും.
സ്റ്റാർട്ടറിന്റെ പുറകുവശത്തും അകത്തും സ്റ്റഡ്സിന്റെ ഭാഗങ്ങൾ എങ്ങനെയാണ് നട്ട്സും ബോൾട്സും ഉപയോഗിച്ച് ഉറപ്പിച്ചിരിക്കുന്നതെന്ന് നമുക്ക് നിരീക്ഷിച്ചാൽ മനസ്സിലാകും. സ്റ്റാർട്ടിംഗ് റെസിസ്റ്റേഴ്സ് കോയിൽഡ് വയേർഡ് റെസിസ്റ്റേഴ്സ് കൊണ്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതല്ലെങ്കിൽ ഹൈലം അല്ലെങ്കിൽ ആസ്ബസ്റ്റോസ് ഇവയിൽ ഏതെങ്കിലും കൊണ്ടുള്ള ഇൻസുലേറ്റഡ് ഷീറ്റ്സ് ആയിരിക്കും. ഇനി കോണ്ടാക്ട് സ്റ്റഡ്സ് ചെക്ക് ചെയ്യുക, ക്ലീൻ ചെയ്യുക. ഇനി എല്ലാ കോണ്ടാക്ട് സ്റ്റഡ്സും നന്നായി ടൈറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കുക. ഇനി അവ നന്നായി ടൈറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ബേൺസോ അല്ലെങ്കിൽ പിറ്റിങ്ങോ ഉണ്ടോ എന്ന് നോക്കുക. അങ്ങനെ കണ്ടെത്തിയാൽ സാൻഡ് പേപ്പർ ഉപയോഗിച്ച് അവ ലെവൽ ചെയ്യുക. അതിനുശേഷം CTC ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുക, അതായത് കാർബൺ ടെട്രാ ക്ലോറൈഡ്. ഇനി സ്റ്റാർട്ടർ റെസിസ്റ്റൻസ് ചെക്ക് ചെയ്യുക. സ്റ്റാർട്ടർ റെസിസ്റ്റൻസ് ഓപ്പണായാണ് കാണുന്നതെങ്കിൽ പുതിയ റെസിസ്റ്റൻസ് വെച്ച് അത് റീപ്ലേസ് ചെയ്യുക. ഒറിജിനൽ സ്പെസിഫിക്കേഷൻസ് വെച്ച് തന്നെ വേണം അത് റീപ്ലേസ് ചെയ്യുവാൻ. നോ വോൾട്ട് കോയിലിന്റെ റെസിസ്റ്റൻസ് മെഷർ ചെയ്യുക. വിഷ്വലി തന്നെ അത് നോക്കി മനസ്സിലാക്കുക നോ വോൾട്ട് കോയിലിന് മഞ്ഞ നിറമുണ്ടോയെന്ന്. അതിനുശേഷം നമ്മൾ മൾട്ടിമീറ്റർ ടെസ്റ്റ് പ്രോഡ്സ് നമ്മൾ നോ വോൾട്ടേജ് കോയിലിന് കുറുകെ കണക്ട് ചെയ്യുന്നു. അത് ടെർമിനൽസ് A ആൻഡ് B. ഇതിന്റെ വാല്യൂ അപ്രോക്സിമേറ്റ്ലി 2500 ohms ആണെങ്കിൽ അത് ഹെൽത്തി ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി ഓവർലോഡ് റിലേ കോൺഫിഗർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഓവർലോഡ് റിലേ ഉപയോഗിക്കുന്നത് എന്തിനാണ്? മോട്ടറിനെ പ്രൊട്ടക്ട് ചെയ്യാനാണ്, അതും ഹൈ കറണ്ട് വരുന്ന സമയങ്ങളിൽ. ഓവർലോഡ് റിലേ എപ്പോഴും മോട്ടറിന്റെ ഹൈ റേറ്റിംഗ് കറണ്ടിനേക്കാളും താഴെയായിരിക്കും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. സ്റ്റാർട്ടർ അതുകൊണ്ട് തന്നെ സെറ്റിംഗിൽ ട്രിപ്പ് ചെയ്യാനും പാടില്ല. ഇനി അത് ട്രിപ്പ് ആവുകയാണെങ്കിൽ ഓവർലോഡ് റിലേയിലെ കറണ്ട് സെറ്റിംഗ് അല്പം ഇൻക്രീസ് ചെയ്യുക. ഇനി നോ വോൾട്ട് കോയിലിന്റെ റെസിസ്റ്റൻസ് നോട്ടീസ് ചെയ്ത് അത് മെഷർ ചെയ്യുക. കൂടാതെ ടേബിളിന്റെ പ്രൊട്ടക്റ്റീവ് റെസിസ്റ്റൻസും ശ്രദ്ധിക്കുക. കളർ ഓഫ് നോ വോൾട്ട് കോയിൽ എന്താണ്? യെല്ലോയാണ്. റെസിസ്റ്റൻസ് വാല്യൂ ഓഫ് നോ വോൾട്ട് കോയിൽ അതെത്രയാണ്? അത് 2500 ohms ആണ്. നോ വോൾട്ട് കോയിലിനും കോറിനും ഇടയിലുള്ള ഇൻസുലേഷൻ റെസിസ്റ്റൻസ് എത്രയാണ്? 5.5 മെഗാ ഓംസ് ആണ്. അത് 4 പോയിന്റ് സ്റ്റാർട്ടറിന്റെ പ്രൊട്ടക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയാണ്? അത് 1000 ohms ആണ്. DC സ്റ്റാർട്ടറിന്റെ ജനറൽ മെയിൻ്റനൻസ് പ്രൊസീജിയറിന്റെ ചാർട്ട് എങ്ങനെയാണെന്ന് നോക്കാം. സ്റ്റാർട്ടർ റെസിസ്റ്റൻസ് ചെക്ക് ചെയ്യുക. അത് ഓപ്പൺ ആണോ ഷോർട്ട്സ് ആണോ നോക്കുക. കോസ് ഷോർട്ടഡ് റെസിസ്റ്റൻസിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. റെസിസ്റ്റൻസ് കൃത്യമായി മൗണ്ട് ചെയ്തില്ലെങ്കിൽ സംഭവിക്കാം. പാനലിന്റെ എക്സസീവ് വൈബ്രേഷൻ കൊണ്ട് സംഭവിക്കാം. ഇതിന്റെ പരിഹാരങ്ങൾ: റെസിസ്റ്റൻസ് കൃത്യമായി മൗണ്ട് ചെയ്യുക. കൃത്യമായി മൗണ്ട് ചെയ്ത് പാനലിന്റെ വൈബ്രേഷൻ മാക്സിമം കുറയ്ക്കുക. ഇനി കോസ് നമ്പർ 2, ഓപ്പൺ റെസിസ്റ്റൻസ് എന്തുകൊണ്ടുണ്ടാവുന്നു? അത് എക്സസീവ് ഹീറ്റിംഗ് കൊണ്ടാണ്. അതിനാൽ എക്സസീവ് ലോഡ് ഉണ്ടാവുന്നു. സ്റ്റാർട്ടിംഗ് മെത്തേഡ് തെറ്റാവാനും സാധ്യതയുണ്ട്. ഇതിന്റെ പരിഹാരങ്ങൾ: സ്റ്റാർട്ടർ ഹാൻഡിൽ സ്റ്റാർട്ടിംഗ് പൊസിഷനിൽ ഒരുപാട് നേരം കീപ്പ് ചെയ്യാതിരിക്കുക. കൂടാതെ ഓപ്പൺഡ് റെസിസ്റ്റൻസ് അതിന് തത്തുല്യമായ സൈസും ലെങ്ത്തുമുള്ള മെറ്റീരിയൽ കൊണ്ട് അത് റീപ്ലേസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഓവർലോഡ് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. ഫോൾട്ട് നമ്പർ 2, സ്റ്റേഷനറി ചെക്ക് ചെയ്യുക. കൂടാതെ മൂവബിൾ കോണ്ടാക്ട് സ്റ്റഡ്സും ചെക്ക് ചെയ്യുക. അപ്പോൾ ബേൺസും പിറ്റിങ്സും കാണാൻ സാധിക്കും. കോസ് ഓവർലോഡാണ്. ഇൻസഫീഷ്യൻറ്റ് പ്രഷർ കോണ്ടാക്ട് സ്റ്റഡ്സിൽ ഉണ്ടാവുന്നു. അത് ഹാൻഡിൽ ലൂസായിട്ട് ഫിറ്റ് ചെയ്താൽ സംഭവിക്കുന്നതാണ്. ലൂസ്ലി ഫിറ്റഡ് സ്റ്റഡ്സ്. പിന്നീട് ഇംപ്രോപ്പർ ഓപ്പറേഷൻ. ഇതിന്റെ പരിഹാരം എന്താണെന്ന് നോക്കാം. ലോഡ് റെഡ്യൂസ് ചെയ്യുക. ഒന്നോ അതിലധികമോ വാഷർ ഹാൻഡിൽ ഉപയോഗിച്ച് മാക്സിമം ഹാൻഡിൽ സ്റ്റഡ്സ് നന്നായിട്ട് ടൈറ്റ് ചെയ്യുക. കോണ്ടാക്ട് സ്റ്റഡ്സിന്റെ പുറകുവശത്തുള്ള നട്ട്സ് നന്നായി ടൈറ്റ് ചെയ്യുക. ഹാൻഡിൽ സ്റ്റാർട്ടിൽ നിന്ന് റൺ കണ്ടീഷനിലേക്ക് വളരെ സ്മൂത്തായി അത് കൈകാര്യം ചെയ്യുക. കോണ്ടാക്ട്സിന്റെ മുകളിലുള്ള ലൈറ്റ് ബേൺസ് CTC ഉപയോഗിച്ച് നമുക്ക് ക്ലീൻ ചെയ്യാൻ സാധിക്കും. അതിൽ കൂടിയ ബേൺസും പിറ്റിങ്സും നമ്മൾ സാൻഡ് പേപ്പർ അല്ലെങ്കിൽ ഫ്ലാറ്റ് ഫയൽ വെച്ച് നമുക്കത് രണ്ടും ശരിയാക്കിയെടുക്കാൻ സാധിക്കും. ഇനി പെട്രോളിയം ജെല്ലി അപ്ലൈ ചെയ്യണം. അതായത് എല്ലാ മൂവബിൾ ആൻഡ് സ്റ്റേഷനറി കോണ്ടാക്ട് പോയിന്റ്സിലും അപ്ലൈ ചെയ്യുക. ഇനി DC സ്റ്റാർട്ടറിന്റെ ട്രബിൾ ഷൂട്ടിംഗ് ചാർട്ട് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അത് താഴെയുണ്ട്. എങ്ങനെയാണ് സ്റ്റാർട്ടറിലൂടെ മോട്ടറിന്റെ ഇന്റർമിറ്റന്റ് കറന്റ് ഫ്ലോ ഉണ്ടാകുന്നത്? അതിന്റെ പരിഹാരങ്ങൾ: ടെർമിനൽസ് നന്നായി ടൈറ്റൻ ചെയ്യുക. സ്റ്റഡ്സും നന്നായി മുറുക്കുക. പ്രഷർ അഡ്ജസ്റ്റ് ചെയ്യുക. പിന്നെ കോണ്ടാക്ട് ക്ലീനർ വെച്ച് സ്റ്റഡ്സ് എല്ലാം ക്ലീൻ ചെയ്യുക. NVC ഡീമാഗ്നറ്റൈസ്ഡ് ആയിരിക്കുന്ന സമയത്ത് ഹാൻഡിൽ ഒരിക്കലും ഓഫ് പൊസിഷനിലേക്ക് വരില്ല. ആ സമയത്ത് എന്ത് ചെയ്യാൻ സാധിക്കും? അതിന്റെ പരിഹാരം: പുതിയൊരു സ്പ്രിങ് വെച്ച് നമ്മളത് റീപ്ലേസ് ചെയ്യുക. മാഗ്നറ്റ് ഫേസസ് നമ്മൾ ക്ലീൻ ചെയ്യുക. നോയ്സി മാഗ്നറ്റ്. പരിഹാരങ്ങൾ: കോറ് നന്നായിട്ട് ഫിക്സ് ചെയ്യുക. മാഗ്നറ്റിക് അസംബിൾ നമ്മൾ റീപ്ലേസ് ചെയ്യുക. ഒരു സ്യൂട്ടബിൾ സോൾവെന്റ് വെച്ചത് ക്ലീൻ ചെയ്യുക. ഓൺ പൊസിഷനിൽ തന്നെ ഹാൻഡിൽ പിക്കപ്പ് ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥ. അതിന്റെ പരിഹാരം:
വോൾട്ടേജ് സപ്ലൈ ചെക്ക് ചെയ്ത് അത് പരിഹരിക്കുക, കോയിൽ ആവശ്യമെങ്കിൽ റീപ്ലേസ് ചെയ്യുക, കോണ്ടാക്ട്സ് ക്ലീൻ ചെയ്ത് ചെക്കപ്പ് ചെയ്യുക. ഇനി ഹാൻഡിലിലെ സോഫ്റ്റ് അയൺ പീസ് നമ്മൾ ഫിക്സ് ചെയ്താൽ എന്ത് സംഭവിക്കും? അത് നോ വോൾട്ട് കോയിലിൻ്റെ മാഗ്നറ്റിക് പോൾ ഫേസിനെ കൃത്യമായി അട്രാക്റ്റ് ചെയ്യാൻ സഹായിക്കുന്നു. സ്റ്റാർട്ടർ ഇടയ്ക്കിടയ്ക്ക് ട്രിപ്പായാൽ എന്ത് ചെയ്യാം? പരിഹാരം: ലോഡ് റെഡ്യൂസ് ചെയ്യുക, ഓവർലോഡ് റിലേ കൃത്യമായി സെറ്റ് ചെയ്ത് വെക്കുക. റീക്യാപ്പ്: ഈ സെഷനിൽ നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണെന്ന് നോക്കാം. DC സ്റ്റാർട്ടേഴ്സിൻ്റെ കോമ്പണൻസിൻ്റെ ലിസ്റ്റ്, ബിഗിനേഴ്സ് ഡയഗ്രം എങ്ങനെയാണ് ട്രേസ് ചെയ്ത് അതിൻ്റെ ഡ്രോയിങ് നിർമ്മിക്കുന്നത്, സ്റ്റാർട്ടർ റെസിസ്റ്റൻസും കോണ്ടാക്ട് സ്റ്റഡ്സും എങ്ങനെയാണ് ഇൻസ്പെക്ട് ചെയ്ത് ക്ലീൻ ചെയ്യുന്നത്, നോ വോൾട്ട് കോയിൽസ് റെസിസ്റ്റൻസ് എങ്ങനെയാണ് നമ്മൾ അളക്കുന്നത്, കൂടാതെ ഓവർലോഡ് റിലേ എങ്ങനെ കോൺഫിഗർ ചെയ്യാൻ സാധിക്കും. 3 പോയിന്റ് കൂടാതെ 4 പോയിന്റ് DC മോട്ടോർ സ്റ്റാർട്ടേഴ്സ് അസംബിൾ ചെയ്യാനും സർവീസ് ചെയ്യാനും റിപ്പയർ ചെയ്യാനും നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും. അടുത്ത ഭാഗത്തിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം.